ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബി.ജെ.പി. നേതാക്കൾ പണം വാങ്ങിയെന്നാരോപിച്ച് പാർട്ടി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം. കോതമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ചേലാട് സ്വദേശി കുടുംബസമേതം സമരം ചെയ്തത്. എന്നാൽ പാർട്ടിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും ആരോപണ വിധേയനായ മുൻ മണ്ഡലം സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തുവെന്നും ബി.ജെ.പി. നേതൃത്വം അറിയിച്ചു. ഇന്ന് രാവിലെയാണ് കോതമംഗലത്തെ ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു കുടുംബം സമരവുമായി എത്തിയത്. ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിന്ന് മകനെ രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത 10,58,000 രൂപ ബി.ജെ.പി. നേതാക്കൾ വാങ്ങിയെന്നായിരുന്നു ആരോപണം. കോതമംഗലം ചേലാട് സ്വദേശി ആറ്റുപുറത്ത് ജോർജും കുടുംബവുമാണ് സമരം നടത്തിയത്. പിന്നീട് പോലീസ് എത്തി ജോർജിനെയും കുടുംബത്തെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എം ജോർജിന്റെ പരാതിയിൽ പറയുന്നത് തന്റെ മകനെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് ബി.ജെ.പിയുടെ മണ്ഡലം നേതാക്കളായ ഉണ്ണികൃഷ്ണനും ടി.എസ്. സുനീഷും ചേർന്ന് പണം വാങ്ങിയെന്നാണ്. പലതവണയായി ജി.പേ. വഴിയും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുമാണ് പണം കൈമാറിയതെന്നും പരാതിയിൽ പറയുന്നു. കാസർകോട്ടെ ഒരു ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പണം ജോർജിന്റെ മകന്റെ അക്കൗണ്ട് വഴി പിൻവലിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഈ കേസ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് ബി.ജെ.പി. നേതാക്കൾ പണം വാങ്ങിയത്. പിന്നീട് ബംഗളൂരുവിൽ മറ്റൊരു കേസിലും സമാനമായ രീതിയിൽ ഇടപെടലുണ്ടായപ്പോൾ ബി.ജെ.പി. നേതാക്കൾ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെത്തി. അങ്ങനെയാണ് 10,58,000 രൂപ പല തവണയായി കൈമാറിയതെന്ന് ജോർജ് ആരോപിക്കുന്നു. നമുക്കിത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കാം. ജില്ലാ നേതൃത്വമുണ്ട്, മണ്ഡല നേതൃത്വമുണ്ട്. നമുക്കിവിടെ പറ്റിയില്ലെങ്കിൽ കാസർഗോഡ് നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് പോയത്. എന്നാൽ ജോർജിന്റെ ആരോപണത്തെ തള്ളുകയാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വം. പരാതിയിൽ പറയുന്ന ടി.എസ്. സുനീഷിന് പാർട്ടിയുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ല. മണ്ഡലം സെക്രട്ടറിയായിരുന്ന ഇയാളെ പരാതിക്ക് മുൻപേ തന്നെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. അതേസമയം ജോർജിന്റെ പരാതിയിൽ പറയുന്ന ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണന് ഇടപാടുമായി ഒരു ബന്ധവുമില്ലെന്നും പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി. സജീവൻ അറിയിച്ചു. ബി.ജെ.പിയെ കരിവാരിത്തേക്കാനാണ് സമരവുമായി പാർട്ടി ഓഫീസിന് മുന്നിലെത്തിയതെന്നതാണ് നേതൃത്വത്തിന്റെ ആരോപണം. ബി.ജെ.പി. ഓഫീസിൽ നിന്ന് ജോർജിനെയും കുടുംബത്തെയും കോതമംഗലം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് എറണാകുളം റൂറൽ പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.